ഈ നോബിലേക്ക് കണക്ട് ചെയ്യണം. ഇങ്ങനെ. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പുതിയ ഒരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിൽ കാണേണ്ട ഒരു സംഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്നത്. അത് മുതിർന്നവരുള്ളവർക്കാണെങ്കിലും കുട്ടികളുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ പ്രായമായവർക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലെ ഒരു നെബുലൈസർ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും ഒരു കമ്പനിയുടെ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഈ കമ്പനിയുടെ തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ മേടിച്ച് വെക്കുന്നത് പോളിമെഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. നമ്മുടെ ഇവിടെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ബ്രാൻഡാണിത്. നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്യുവാണേ. ഫസ്റ്റ് അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് വരുന്ന ഇതിൻ്റെ മാസ്ക് ആണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഇതാടെ ഇതുപോലെ ഒരു ട്യൂബുണ്ട്. പിന്നെ ഇതാ മെഡിസിൻ ചേമ്പർ വരുന്നുണ്ട്. ഇതിനകത്താണ് മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നുള്ളത് അതാണ്ട് ഇതുപോലെ 2 മാസ്ക്, ഒന്ന് കുട്ടികളുടേതും മുതിർന്നവരുടേതും 2 മാസ്കും വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു കവറിനകത്തുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ മെഷീനാണ്. ഇതാണ് മെഷീന്. ഇതിങ്ങനെ ഈ ഒരു മെഷീൻ മേടിക്കാൻ മെയിനായിട്ട് കാരണം എന്താ, ഇതിനിങ്ങനെ പിടിക്കാനും ക്യാരി ചെയ്യാനും ഇച്ചിരി സൗകര്യം ഉള്ളത് കൊണ്ടാണ് നമ്മളിത് മേടിച്ചത്. നമുക്കിനി ഇതാണ്ട് ഈ മെഷീന് ഒന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ പൊട്ടിക്കുവാണേ. ഇത് നല്ല രീതിയിൽ ബബിൾ റാപ്പ് ഒക്കെ ചെയ്താണ് ഈ മെഷീന് വരുന്നത്. നമ്മൾ ആ മെഷീന് പൊട്ടിച്ച് വെളിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് ഇതിന്. പിന്നെ ഇത് കണക്ട് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഇതാണ്ട് ഇതിൻ്റെ ഇവിടെയാണ് സ്വിച്ച് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ബാക്ക് സൈഡിലാണ്. ഇത്രേ ഉള്ളൂ സംഭവം. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാവേ. പക്ഷെ എന്താണ്ട് ഈ ഭാഗം ഇതിന് ഈ ഭാഗത്തേക്ക് കണക്ട് ചെയ്യണം. ഈ നോബിലേക്ക് കണക്ട് ചെയ്യണം. ഇങ്ങനെ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മരുന്നും തിളപ്പിച്ചാറിച്ച വെള്ളമോ അല്ലെങ്കിൽ നോർമൽ സെലൈനോ ഒഴിക്കാം. ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആവി പിടിക്കാം. ഇത് കണക്ഷൻ ചെയ്ത് ആവി പിടിക്കാൻ പറ്റും. ഇങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് നമുക്ക് ആവി പിടിക്കാം. അതുപോലെ മാസ്ക് കണക്ട് ചെയ്യുക. മാസ്ക് കണക്ട് ചെയ്യുന്നത് ഈ നോബ് ഉണ്ടല്ലോ, ഈ നോബ് ഇവിടോട്ട് ഫിറ്റ് ചെയ്യുക. ഇതേപോലെ ഫിറ്റ് ചെയ്യുക. പിന്നെ ഓരോ തവണയും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കഴുകണം. ഇത് വാഷ് ചെയ്യുന്നതും ഇത് ഊരി കഴുകണം. ഇത് മാസ്ക് വേണം നമ്മൾ കഴുകേണ്ടത്. നമ്മൾ ഇതിനുള്ളിൽ ഈ ഒരു ഭാഗത്തിലാണ് മരുന്നൊഴിക്കുന്നത്. ഈ ഒരു സാധനം ഇത് കളയരുത് ഒരിക്കലും. ഇതുണ്ടെങ്കിലേ നമുക്ക് ആവി കിട്ടത്തുള്ളൂ. ഇതിനകത്തിരിക്കുന്ന മെഡിസിന് നമുക്ക് ആവി ഒരെണ്ണം വരണമെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ നമുക്ക് ആവി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ ഒരു സാധനം മിസ്സായി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇത്രയും കഴുകിയെടുത്ത് ഉണക്കിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ ഇതിനകത്ത് മെഡിസിന് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈ വൃത്തിയായിട്ട് കഴുകിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്തോട്ട് അണുബാധയൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ കൈ വൃത്തിയാക്കണം. അതേപോലെ ഇത് കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്ത് മെഡിസിന് ഒഴിച്ചിട്ട് നമ്മൾ ആവി പിടിക്കാൻ. അതേപോലെ ഓരോ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളിത് കഴുകി വൃത്തിയായി ഉണക്കി സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് അണുബാധ വരും. ഇതിൻ്റെ കൂടെ തന്നെ സ്പെയർ ആയിട്ട് 3 ഫിൽറ്റർ വരുന്നുണ്ട്. സ്പോഞ്ചിൻ്റെ പാർട്ട് പോലുള്ള ഫിൽറ്റർ വരുന്നുണ്ട്. ഒരു ഫിൽറ്റർ ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം 4 ഫിൽറ്റർ വരുന്നുണ്ട്. ഈ ഫിൽറ്ററിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർ ഫിൽറ്ററാണ്. ഇതിനകത്ത് നല്ല വായു ഉള്ളിലേക്ക് പോകുമ്പോൾ പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും ഉള്ളിലേക്ക് പോകാതിരിക്കാനാണ് ഈ ഒരു ഫിൽറ്റർ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് അഴുക്കൊക്കെ ആയി എയറൊക്കെ കറക്റ്റായിട്ട് വരാതിരിക്കുമ്പം നമുക്കിത് ഊരി മാറ്റി വേറെ ഇതിടാൻ പറ്റും. അതിനു വേണ്ടിയല്ല അവർ ഈ സ്പെയറായിട്ട് ഇങ്ങനെ തന്നിരിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ഈ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും പ്രായമായ ഉള്ള വീട്ടിലാണെങ്കിലും ഇങ്ങനെയൊരു നെബുലൈസർ
വീട്ടിൽ അത്യാവശ്യമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുള്ളത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രായമായവരും തന്നെയല്ല, എല്ലാ വീട്ടിലും ഇതേപോലെ ഒരെണ്ണം ആവശ്യമാണ്. നമ്മളൊക്കെ അത് മേടിച്ച് വെക്കുക. കാരണം ഇപ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ നമുക്കൊക്കെ പനി വരും, ജലദോഷം വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആവി പിടിക്കാനും ഒക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലുള്ളത്. സോ ബൈ, സീ യു സൂൺ.